ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താണ് സേവ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പോകുന്നത് എക്സിസ്റ്റിംഗ് MS വേർഡ്. നമ്മൾ എന്താ പഠിക്കേണ്ടത്? അടുത്തത് എക്സിസ്റ്റിംഗ് MS വേർഡ് ആണ്. To exist MS Word 2007 step 1 click the office button. നമ്മൾ എല്ലാത്തിലും ഫസ്റ്റ് പോകുന്നത് എവിടേക്കാ? ഓഫീസ് ബട്ടണിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ക്ലിക്ക് എക്സിസ്റ്റ് വേർഡ് ബട്ടൺ. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണോ ഉദ്ദേശിക്കുന്നത്, സേവ് ചെയ്യാനാണെങ്കിൽ സേവ് ബട്ടണിലേക്ക് പോകണം, ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഓപ്പൺ ബട്ടണിലേക്ക് പോകണം. അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ എവിടേക്കാണ് പോകുന്നത്? എക്സിസ്റ്റ് ബട്ടൺ, എക്സിസ്റ്റ് വേർഡ് ബട്ടൺ. Windows 2007 itself provides two very simple programs that are used to typing text. These are Notepad and WordPad. Let us know about them in brief. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ടു സിമ്പിൾ പ്രോഗ്രാം ആണ് ഉള്ളത്. വിൻഡോസ് 2000 എന്താണെന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ പ്രോഗ്രാം ഉണ്ട്. ദാറ്റ് ആർ യൂസ് ടു ടൈപ്പിംഗ് ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സിമ്പിൾ പ്രോഗ്രാംസ് ആണുള്ളത്. അതൊക്കെ ഏതാണെന്ന് പറഞ്ഞാൽ നോട്ട് പാഡ് ആൻഡ് വേർഡ് പാഡ്. ഏതാണ് രണ്ട് പ്രോഗ്രാം ഉള്ളത്? നോട്ട് പാഡ് ആൻഡ് വേർഡ് പാഡ്. അപ്പോൾ നോട്ട് പാഡും വേർഡ് പാഡും എന്താണ് എന്ന് നോക്കാം. അപ്പൊ രണ്ടെണ്ണമാണ് എന്തുള്ളത്? പ്രോഗ്രാംസ് ഉള്ളത്. രണ്ട് പ്രോഗ്രാംസ് ആണ് നോട്ട് പാഡ് ആൻഡ് വേർഡ് പാഡ്. മോർ ഓൺ നോട്ട് പാഡ്. ഇനി എന്താണ് നോട്ട് പാഡ്? അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. As we already know, Notepad is an application in which we can type text. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നോട്ട് പാഡ്. നോട്ട് പാഡ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നോട്ട് പാഡ്. വി ക്യാൻ സേവ് ദിസ് ടെക്സ്റ്റ് ഫോർ ഫർദർ യൂസ്. നമ്മൾ ഈ ടെക്സ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഉപയോഗത്തിനും ഇത് ഉപയോഗിക്കും. നോട്ട് പാഡ് ഈസ് എ പാർട്ട് ഓഫ് വിൻഡോ ആക്സസറീസ്. നോട്ട് പാഡ് എന്നുള്ളത് വിൻഡോ ആക്സസറീസിന്റെ ഒരു ഭാഗം കൂടി ആണ്. വിൻഡോ ആക്സസറിന്റെ ഒരു ഭാഗം കൂടിയാണ് നോട്ട് പാഡ്. ഇനി നോട്ട് പാഡ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. നമ്മൾ എങ്ങനെയാണ് നോട്ട് പാഡ് തുടങ്ങുന്നത് നോക്കാം. സ്റ്റെപ്പ് 1 ടു സ്റ്റാർട്ട് നോട്ട് പാഡ്. നോട്ട് പാഡ് എങ്ങനെ തുടങ്ങുക? സ്റ്റാർട്ട് ആൻഡ് ഓൾ പ്രോഗ്രാം, പിന്നെ ആക്സസറീസ് ആൻഡ് നോട്ട് പാഡ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. പിന്നെ ഓൾ പ്രോഗ്രാംസ് എന്നുള്ളത് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ആക്സസറിയിലേക്ക് പോവുക. അപ്പോൾ എന്നിട്ട് എന്തെടുക്കണം? നോട്ട് പാഡ് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാം, ആക്സസറീസ്, പിന്നെ നോട്ട് പാഡ്. സെക്കൻഡ് സ്റ്റെപ്പ് നോട്ട് പാഡ് വിൻഡോ കംസ് ഓൺ ദ സ്ക്രീൻ. അപ്പൊ നമ്മൾ നോട്ട് പാഡ് എടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? സ്ക്രീനിൽ എന്ത് തെളിയും? നോട്ട് പാഡ് എന്നുള്ളത് തെളിയുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നോട്ട് പാഡ് എന്നുള്ളത് നമുക്ക് വിൻഡോയിലുള്ള സ്ക്രീനിൽ തെളിയുന്നു. സ്റ്റെപ്പ് നമ്പർ 3 ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ക്ലിക്ക് ഫയൽ, പിന്നെ ന്യൂ. നൗ വി ക്യാൻ ടൈപ്പ് എനിത്തിങ് ഇൻ ദീസ് വിൻഡോ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3 ആണ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ്. ഒരു പുതിയൊരു ഡോക്യുമെന്റ് നമ്മൾക്ക് തുടങ്ങുകയാണെങ്കിൽ ക്ലിക്ക് ഫയൽ, ഫയലിലേക്ക് ക്ലിക്ക് ചെയ്യുക, പിന്നെ ന്യൂ. നമ്മളൊരു പുതിയത് തുടങ്ങണം. അപ്പോൾ പുതിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിൽ അമർത്തണം? ന്യൂ എന്നുള്ളതിൽ അമർത്തണം. നൗ വി ക്യാൻ ടൈപ്പ് എനിത്തിങ് ഇൻ ദിസ് വിൻഡോ. എന്നിട്ട് നമുക്ക് ആ വിൻഡോയിൽ എന്താണോ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു. നൗ വി ക്യാൻ ടൈപ്പ് എനിത്തിങ് ഇൻ ദിസ് വിൻഡോ. സ്റ്റെപ്പ് നമ്പർ 4 if we enter text appears in one line, this means the word wrap option is deselected. If we enter text appears in one line, ഇനി എന്താ പറയുന്നത്? ഈ ടെക്സ്റ്റ് മുഴുവൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ തന്നെ കാണുകയാണെങ്കിൽ this means that word wrap option is deselected. വേർഡ് റാപ്പ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഡീസെലക്ട് ആയിരിക്കുന്നു. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 5 സെലക്ട് ഫോർമാറ്റ്. ഇനി അത് ശരിയാക്കാനുള്ള ഫോർമാറ്റ് എന്താണെന്ന് നോക്കുക. ക്ലിക്ക് വേർഡ് wrap. As we type, we can see that after completing one line, the cursor comes to the next line automatically. Appa click word wrap. Wrap enna amartha. As we type, we can see that after completing one line, the cursor comes to the next line automatically.
ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമ്മൾ ഒരു ലൈൻ എഴുതി കഴിയുമ്പോൾ എന്താ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കേഴ്സർ അവിടെ വരുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കേഴ്സർ കംസ് ടു ദ നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നു. സ്റ്റെപ്പ് നമ്പർ 6 ടു സേവ് എ ഫയൽ ഇൻ നോട്ട്പാഡ്. അപ്പൊ ഒരു ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എവിടേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഫയലിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ സേവ് ചെയ്യണം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സേവ് എന്നുള്ളതിലേക്ക് പോകുന്നത്. സേവ് ആസ്. ടൈപ്പ് ദ നെയിം ഓഫ് ദ ഫയൽ ആൻഡ് ക്ലിക്ക് ദ സേവ് ബട്ടൺ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ടൈപ്പ് ദ നെയിം ഓഫ് ദ ഫയൽ. ഏത് ഫയലാണോ എടുക്കേണ്ടത് അതെന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. ആൻഡ് ക്ലിക്ക് ദ സേവ് ബട്ടൺ. എന്നിട്ട് എന്ത് ചെയ്യണം? സേവ് ബട്ടണിലേക്ക് അമർത്തണം. ഇപ്പൊ ഇത്രയുമാണ് നോട്ട് പാഡിലുള്ള സ്റ്റെപ്സുകൾ. നോട്ട് പാഡിലുള്ള സ്റ്റെപ്പുകൾ 6 എണ്ണമാണ് ഉള്ളത്. ആദ്യം നോട്ട് പാഡ് എടുക്കുന്നത്, നോട്ട് പാഡ് രണ്ടാമത്തത് നോട്ട് പാഡ് സ്ക്രീനിൽ തെളിയുന്നത്, മൂന്നാമത്തത് പുതിയൊരു ഫയൽ ഉണ്ടാക്കുന്നത്, നാലാമത്തത് വേർഡ് റാപ്പ് ചെയ്യുന്നത്, പിന്നെ റാപ്പ് ചെയ്താലുള്ള ഫോർമാറ്റ് ആണ് അഞ്ചാമത്തത്, ആറാമത്തത് നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ ഇത്രയുമാണ് മോർ ഓൺ നോട്ട് പാഡ്. ഇനി വേർഡ് പാഡ് പറഞ്ഞാൽ എന്താണ്? വേർഡ് പാഡ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് വിൻഡോ ആക്സസറീസ്. ഇനി വേർഡ് പാഡ് പറഞ്ഞാൽ ഇതും ഒരു വിൻഡോ ആക്സസറീസിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതിൽ 5 സ്റ്റെപ്സ് ആണുള്ളത് വേർഡ് പാഡിൽ. ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് വേർഡ് പാഡ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. വേർഡ് പാഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റാർട്ട് എടുക്കുക. ആൻഡ് ഓൾ പ്രോഗ്രാമിലേക്ക് പോവുക. പിന്നെ ആക്സസറിയിലേക്ക് പോവുക. പിന്നെ വേർഡ് പാഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് എടുക്കുക, ഓൾ പ്രോഗ്രാംസിലേക്ക് പോവുക, പിന്നെ ആക്സസറീസിലേക്ക് പോവുക, പിന്നെ വേർഡ് പാഡിലേക്ക് പോവുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം സ്റ്റാർട്ട് എടുത്ത് ഓൾ പ്രോഗ്രാം, ആക്സസറീസ്, വേർഡ് പാഡ്. സ്റ്റെപ്പ് നമ്പർ 2 എ വേർഡ് പാഡ് വിൻഡോ അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ എന്ത് തെളിയുന്നു? എ വേർഡ് പാഡ് വിൻഡോ. തേർഡ് സ്റ്റെപ്പ് ടൈപ്പ് ദ ടെക്സ്റ്റ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് ടു സേവ് ദ ഡോക്യുമെന്റ് ക്ലിക്ക് ഓൺ ദ വേർഡ് പാഡ് ബട്ടൺ. അപ്പൊ എന്ത് ചെയ്യണം? ആ ഫയലിനെ, ആ ഡോക്യുമെന്റ് സേവ് ചെയ്ത് നിർത്തണം. അപ്പോൾ ഏത് ഫയലിനെയാണ് സേവ് ചെയ്തേണ്ടത്? വേർഡ് പാഡിനെയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ക്ലിക്ക് ദ വേർഡ് പാഡ്. വേർഡ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ സേവ് ഓപ്ഷൻ. സേവ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കുക. അപ്പൊ ആ ഫയലിനെ നിലനിർത്തണമെങ്കിൽ സേവ് ഓപ്ഷൻ കൊടുക്കുക. Step number 5 to create a new document, click WordPad button and then new option. To create a new document, നമുക്കൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേർഡ് പാഡിൽ ക്ലിക്ക് ചെയ്യുക, വേർഡ് പാഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് ന്യൂ ഓപ്ഷൻ എടുക്കുക. പുതിയൊരു ഡോക്യുമെന്റിന് എന്ന് പറയുമ്പോൾ ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇപ്പൊ ഇത്രയാണ് നമ്മൾ വേർഡ് പാഡ് ഉള്ളത്. വേർഡ് പാഡ് എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 സ്റ്റെപ്സ് ആണ്. ആദ്യം സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാം, ആക്സസറീസ് ആൻഡ് വേർഡ് പാഡ് ആണ്. സെക്കൻഡ് വൺ എന്താണെന്ന് പറഞ്ഞാൽ വേർഡ് പാഡ് നമുക്ക് സ്ക്രീനിൽ തെളിയുന്നു. തേർഡ് ടൈപ്പ് ദ ടെക്സ്റ്റ് ആണ്. ഫോർത്ത് വൺ നമ്മൾ ആ വേർഡ് പാഡിനെ സേവ് ചെയ്ത് നിർത്തണം. വേർഡ് പാഡും പിന്നെ സേവും കൂടിയിട്ട് അമർത്തണം, ക്ലിക്ക് ചെയ്യണം. പിന്നെ അവസാനം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കണമെങ്കിൽ വേർഡ് പാഡ് ബട്ടണിൽ അമർത്തിയാൽ പിന്നെ എന്ത് ചെയ്യണം? ന്യൂയിൽ ന്യൂ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ഈ വേർഡ് പാഡും നോട്ട് പാഡിലും ഒക്കെ പഠിക്കുന്നത്. ഓക്കെ.